അമ്മച്ചിയുടെ മക്കൾ വഴക്കുണ്ടാക്കുവാണോ? നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ പൊന്നു മക്കളെ, നിങ്ങൾ വഴക്ക് നിർത്തിട്ട് വാ. സമയം എത്രയാണെന്ന് നോക്കിയേ. വന്നേ, നമുക്ക് ഉറങ്ങാൻ പോവാം. പിന്നെന്താ, ഇന്ന് അമ്മച്ചി നല്ലൊരു കഥ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേൾക്കണേ. അമ്മച്ചി ഇന്ന് ഒരു അന്നക്കുട്ടിയുടെ കഥ പറഞ്ഞു തരട്ടെ. അല്ലേ കൊച്ചു കാന്താരി, ഇത് നേരെ അന്നക്കുട്ടിയ. ഇത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി കുടമാളൂർ ഇടവകയിൽ മുറ്റത്ത് പാടത്ത് ജോസഫിന്റെയും മേരിയുടെയും 4ാമത്തെ മകളായി ജനിച്ച കുഞ്ഞ് അന്നക്കുട്ടിയുടെ കഥയാണ്. വിശുദ്ധയും ഭാരതത്തിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമാണ് വിശുദ്ധ അൽഫോൻസാമ്മ എന്നറിയപ്പെടുന്ന അന്നക്കുട്ടി മുറ്റത്തുപാടം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത. അന്നക്കുട്ടിയുടെ അമ്മ അന്നക്കുട്ടിയെ ഗർഭം ധരിച്ചിരുന്നപ്പോ ഒരു സർപ്പത്തെ കണ്ട് ഭയന്നു പോയി. അതേ തുടർന്ന് ഗർഭകാലം തികയുന്നതിന് മുമ്പ് 8ാം മാസമാണ് അന്നക്കുട്ടി ജനിച്ചത്. എന്നാലും എൻ്റെ അമ്മച്ചി, ആ കൊച്ചുകുട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്. അമ്മച്ചി അവന് ധൈര്യം കൊടുക്കണം. അന്നക്കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ അവളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചേ. എനിക്ക് നിന്റെ മനസ്സറിയാം. കേൾക്കുമ്പോൾ നിനക്ക് ഞെട്ടലായി തോന്നാം. എന്നാലും പറയാതെ വയ്യ. അവൾ ഒരു കന്യകയായി ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അല്ലേ അമ്മച്ചി തന്നെ വർത്താനായി പറയുന്നേ? കന്യകയായി ജീവിക്കണം പോലും എന്ന് വെച്ചാൽ അവൾ ഒരു കന്യാസ്ത്രീയായിട്ട് ജീവിക്കണമെന്ന്. ഒരു ദിവസം കൊച്ചുത്രേസ്യ പുണ്യാളത്തെ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏത് കൊച്ചുത്രേസ്യ പുണ്യാളത്തെ? അങ്ങ് ഫ്രാൻസിലെന്നാണ്ട് കിടക്കുന്ന കൊച്ചുത്രേസ്യ പുണ്യാളത്തെ ഇങ്ങനെ മുരിക്കൽ തറവാട്ടിൽ കിടക്കുന്ന എന്റെ അന്നക്കൊച്ചിനോട് കന്യാസ്ത്രീയാകാൻ പറഞ്ഞു പോലും. ഓ, പരിഹാസം വേണ്ടി അല്ലമ്മേ. അമ്മച്ചിയോട് ഞാനൊരു കാര്യം പറയാം. നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞില്ലേ വന്നത്. ഈ പ്രായത്തിൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും തോന്നുന്നു. പ്രാർത്ഥനയുടെ കുറവാ. ഞാൻ അവളെ നല്ലോണം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോളാം. അങ്ങനെ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു.
അന്നക്കുട്ടിയെ മഠത്തിൽ ചേർക്കുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. വിവാഹമുറപ്പിക്കുവാൻ തീയതി നിശ്ചയിച്ച ശേഷമാണ് അന്നക്കുട്ടി ഈ വിവരമറിഞ്ഞത്. യാതൊരു കാരണവശാലും വിവാഹത്തിന് സമ്മതം നൽകില്ല എന്ന് അന്നക്കുട്ടി ദൃഢനിശ്ചയം ചെയ്തു. എൻ്റെ പേരപ്പ ഈശോയുടെ 5 തിരുമുറകളെ ഓർത്ത് എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച അന്നക്കുട്ടി പുലർകാലം ഉമ്മിത്തിയുടെ സമീപത്തെത്തി കാൽ കൂനയിലേക്ക് കുത്തി. നിർഭാഗ്യവശാൽ പ്രതീക്ഷിച്ചതിലും ആഴമുണ്ടായിരുന്ന കൂനയിൽ ഒരു കാലം കുത്തിയ അന്നക്കുട്ടിയുടെ 2 കാലുകളും കൂനയിലേക്ക് പതിച്ചു. തീ മുട്ടോളം താങ്ങുകൂടി അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കരയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനിടയിൽ തീ എൻ്റെ വസ്ത്രത്തിലും മുടിയിൽ പിടിക്കുകയും ചെയ്തിട്ട് രക്ഷപ്പെട്ടത് ദൈവമേ അങ്ങയുടെ കൃപ മാത്രമാണ്. അല്ലാത്ത പക്ഷം ആ ഉമ്മത്തിയെ ഞാൻ കത്തിച്ചാമ്പലാകുമായിരുന്നു. അന്നക്കുട്ടിയുടെ ഉറച്ച തീരുമാനം മൂലം വല്യമ്മ വിവാഹ ആലോചനകളിൽ നിന്നും സാവധാനം പിന്നോക്ക് നീങ്ങിത്തുടങ്ങി. ആലോചനകളുമായി വന്ന കുടുംബങ്ങളും സാവധാനം പിന്മാറി. അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന പൂർണ്ണ ബോധ്യം വന്നതിനാൽ വല്യമ്മ ആ ശ്രമത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറി. വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കുകയായിരുന്ന കുടുംബാംഗങ്ങൾ ഈ സമയം അന്നക്കുട്ടിക്ക് ആവശ്യമായ വെള്ള വസ്ത്രങ്ങൾ ഒരുക്കുവാൻ തുടങ്ങി. 1927 അന്നക്കുട്ടി ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിൽ പ്രവേശിച്ചു. 1930 മെയ് 19 ഭരണങ്ങാനം ഫൊറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതമെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്നും മറ്റ് 7 പേരോടൊപ്പം സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. അൽഫോൻസാമയുടെ ഈ രോഗാവസ്ഥകൾ യാതൊരുവിധ കുറവും സംഭവിക്കാതെ വർദ്ധിച്ചു വന്നു. സ്ഥിരമായി അൽഫോൻസാമ സ്വഭാസ്ഥാപകനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നവനാൾ ജപം ചൊല്ലുന്നത് അനുഷ്ഠിച്ചു വന്നു. ഒരു ദിവസം അൽഫോൻസാമ രാത്രി ഒറ്റയ്ക്ക് മറ്റാരോടോ സംസാരിക്കുന്നതായി ഗുരുത്തിയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അൽഫോൻസാമയോട് അപ്പോൾ തന്നെ ഇതേപ്പറ്റി തിരക്കി. അമ്മ ചാവറയച്ഛനെ കാണുന്നില്ലേ? ഞാൻ അച്ഛനോടാണ് അമ്മയെ സംസാരിക്കുന്നത്. കുര്യാക്കോസ് അച്ഛനാൽ രക്തസ്രാവത്തിൽ നിന്നും മോചിതയായെങ്കിലും വീണ്ടും മറ്റ് രോഗപീഠകളാൽ ഇനിയും ദുരിതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അവർക്ക് അതോടൊപ്പം അരുളപ്പാടും ലഭിച്ചിരുന്നു. 1936 ഓഗസ്റ്റ് 12 ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി. ആഘോഷവേളകളിൽ പങ്കെടുക്കുവാനും ദൂരയാത്രകൾ നടത്തുന്നതിനോ അൽഫോൻസ താല്പര്യം കാണിച്ചിരുന്നില്ല. തികച്ചും ഒരു സന്യാസിനിയായി തന്നെ അവൾ കഴിഞ്ഞുകൂടി. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം അൽഫോൻസ വീണ്ടും രോഗത്തിന്റെ പിടിയിലകപ്പെട്ടു. ചാവറ കുര്യാക്കോസ് അച്ഛനും കൊച്ചു ത്രേസ്യ കുഞ്ഞുമതിയും
തനിക്ക് പ്രത്യേകം പ്രത്യക്ഷപ്പെട്ടതായി അൽഫോൻസ പിറ്റേന്ന് പറയുകയുണ്ടായി. അങ്ങനെ 1936 ഡിസംബറിൽ അൽഫോൻസ വീണ്ടും രോഗവിമുക്തയായി. നാം ഓരോരുത്തരും കഷ്ടാരിഷ്ടതകളാൽ ഞെക്കി ഞെരുക്കപ്പെട്ട് ഓസ്തി പോലെയായിത്തീരണം. മുന്തിരി പഴങ്ങൾ ചക്കിലിട്ട് ഞെരിക്കുമ്പോൾ നല്ല ചാറ് നല്ല വീഞ്ഞായിത്തീരുന്നു. എന്നാൽ അവ വെറുതെ വെച്ചിരുന്നാലും നമുക്ക് വീഞ്ഞ് കിട്ടുകയില്ലല്ലോ. കഷ്ടതകളാൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നല്ല വീഞ്ഞ് പോലെ നാം ഗുണമേന്മയേറിയവരായിത്തീരുന്നു. തുടരുന്ന രോഗപീഠകളാൽ 1945 ജൂലൈ മാസത്തിൽ കഠിനമായ പാരവശ്യം അൽഫോൻസാമയ്ക്ക് അനുഭവപ്പെട്ടു. മറ്റുള്ളവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ പ്രാർത്ഥിച്ച് കാര്യം സാധിച്ചു കൊടുക്കുന്ന കുഞ്ഞിന് സ്വന്തം രോഗം കുറയ്ക്കാൻ അപേക്ഷിക്കരുതോ? ഇതല്ല, ഇതിൽ കൂടുതൽ വേദന അനുഭവിക്കാൻ ഞാൻ സന്നദ്ധയാണ്. സുഖസന്തോഷങ്ങളിൽ മുഴുകി ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകം നാശോന്മുഖതയിൽ നിന്നും പിന്തിരിയുന്നതിന് സമാധാനവും സ്നേഹവും നിലനിൽക്കുന്നതിനും വേണ്ടി കൂടുതൽ സഹിക്കുവാൻ ഞാൻ സന്നദ്ധയാണ്. ആയതിന് ഈ ബലിവസ്തുവായ എന്നെ എൻ്റെ ഈശോയ്ക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. 1946 ജൂലൈ മാസം 28 ഞായറാഴ്ച രാവിലത്തെ കുർബാനയിൽ പൂർണ്ണമായും പങ്കെടുക്കുന്നതിനായി അൽഫോൻസ നേരത്തെ തന്നെ ചാപ്പലിലെത്തി. രോഗാവസ്ഥ ഗുരുതരമായി തുടരുന്നതിനാൽ അന്ത്യകൂദാശ നൽകുന്നതിനായി വൈദികനെയും ഒപ്പം ഡോക്ടറെയും വരുത്തി. രോഗം ശക്തിപ്പെട്ട് ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ അൽഫോൻസ ദൈവസന്നിധിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് ബന്ധുക്കളുടെയും മറ്റ് കന്യാസ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ അൽഫോൻസയെ ഭരണങ്ങാനം സെമിത്തേരി കപ്പേളയിൽ സംസ്കരിച്ചു. സഹസന്യാസിമാരാണ് അൽഫോൻസയുടെ ശരീരം സെമിത്തേരി കപ്പേളയിലേക്ക് വഹിച്ചത്. 1985 ഒരു കുട്ടിയുടെ അസുഖം അൽഫോൻസാമയെ പ്രാർത്ഥിച്ചതിനാൽ സുഖപ്പെടുകയുണ്ടായി. ഈ അത്ഭുത പ്രവൃത്തിയാണ് അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കാനായി വത്തിക്കാൻ നടപടികളെടുക്കാൻ കാരണം. മരിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8-ാം തീയതി അൽഫോൻസാമയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. കോട്ടയത്ത് വെച്ച് അൽഫോൻസാമയെയും ചാവറയച്ചനെയും ഒരേ ദിവസമാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. 2007 ജൂൺ 1 ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയുടെ മാധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം സ്ഥിരീകരിച്ച് അത് സംഭവിച്ച രേഖകളിൽ ഒപ്പുവെച്ചു. 2008 മാർച്ച് 1-ാം തീയതി ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും 2008 ഒക്ടോബർ 12-ന് മറ്റു 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ വിശുദ്ധ എന്ന ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ജൂലൈ മാസം 19 മുതൽ 28 വരെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ 10,000 അൽഫോൻസാമ ജീവിച്ചിരുന്നതും വിശുദ്ധയുടെ കബറിടം സ്ഥിതി ചെയ്തതുമായ ഭരണങ്ങാനത്ത് ഒത്തുചേരുന്നു.